പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവരോ ആരോപണങ്ങളിൽ പെടുകയോ അല്ലെങ്കിൽ ഇപ്പൊ എത്ര തെളിവുണ്ടായാലും അവർക്ക് ഇതൊന്നും ബാധകമല്ല. മുൻകാലങ്ങളിൽ 9 വർഷം മുമ്പ് പിണറായി വിജയൻ തന്നെത്താൻ തന്നെ കേരളത്തോട് പറഞ്ഞ ധാർമ്മിക രാഷ്ട്രീയം എന്നിവർക്ക് ബാധകമല്ല. മുൻപ് കെ എം മാണിയുമായി ബന്ധപ്പെട്ട ആരോപണം വന്നപ്പോൾ ശ്രീസറിന്റെ ഭാര്യ കൂടി ആരോപണ വിധേയമല്ലാതാക്കപ്പെടണം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ കെ എം മാണിയുടെ രാജിക്ക് വേണ്ടി മറുപടി കിട്ടിയല്ലോ, കെ ബാബുവിന്റെ രാജിക്ക് വേണ്ടി മറുപടി കിട്ടിയല്ലോ. എന്തിനാ ഇ.പി. ജയരാജൻ രാജിവെച്ചത്, എന്തിനാ കെ.ടി. ജലീൽ രാജിവെച്ചത്, എന്തിനാ സജി ചെറിയാൻ രാജിവെച്ചത്? അപ്പൊ ഇവർക്കൊക്കെ ബാധകമായ ധാർമ്മികത പിണറായി വിജയൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയും അധാർമികനായ ഒരാളാണ് കേരളം ഭരിക്കുന്നത്. ഇവിടെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് ഈ കമ്പനി തുടങ്ങിയത്, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ ഇല്ല എന്നൊക്കെ. അത് മാത്രമല്ല, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ പ്രോമിനന്റ് പേഴ്സൺ വീണ വിജയനുമായി ബന്ധമുള്ള പൊളിറ്റിക്കൽ ലീഡർ, അതിനുശേഷം പറയുന്നു പി വി എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് ഡയറി കുറിപ്പിലുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതൊന്നും താനല്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയ പിണറായി വിജയൻ പിന്നെ എന്തിനാണ് മകളുമായി ബന്ധപ്പെട്ട തികച്ചും മകളുടെ വ്യക്തിപരമായിട്ടുള്ള മകളുടെ കമ്പനിയുടെ മാത്രം കാര്യമായിട്ടുള്ള ഒരു വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണ് തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ പറയണം ഇത് മകളുടെ മാത്രം പ്രശ്നമാണ്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതില്ല. അതിനപ്പുറത്ത് അദ്ദേഹത്തെ കൂടി വേട്ടയാടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നലിന്റെ കാരണം എന്താ? അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ വിഷയമാണ് അദ്ദേഹം ഉദാഹരണമായിട്ട് എടുക്കുന്നത്. ബിനീഷ് കോടിയേരിയുടെ പ്രശ്നം വന്നപ്പോൾ കോടിയേരിയുടെ പേര് പരാമർശിച്ചില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രാജ്യത്ത് ഏത് കേസെടുത്താലും ആ കേസെടുക്കുന്ന വ്യക്തിയുടെ, കേസിൽ പ്രതിയാകുന്ന വ്യക്തിയുടെ പിതാവിന്റെ പേരും അദ്ദേഹത്തിന്റെ അഡ്രസ്സും ഏജ് ഉൾപ്പെടെ മുഴുവൻ കാര്യം രേഖപ്പെടുത്തും. അപ്പൊ വീണ തൈക്കണ്ടിലിനെതിരെ കേസെടുത്താൽ വീണ തൈക്കണ്ടിലിന്റെ പിതാവ് പിണറായി വിജയൻ എന്തായാലും പേര് പരാമർശിക്കേണ്ടി വരും. ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ കേസെടുത്തപ്പോ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്ന് തന്നെ വെക്കണ്ടേ, അല്ലാതെ പേര് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും കോടിയേരി ബാലകൃഷ്ണന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആ ധാർമ്മികത പിണറായി വിജയന് ബാധകമല്ല എന്നാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ നേതാവായിട്ടുള്ള അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള എം.എ. ബേബി തൊട്ട് താഴത്തെ സഖാവ് വരെ പറയുന്നത്. ഇതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ധാർമ്മികത തൊട്ട് തീണ്ടിയിട്ടുള്ള ഇല്ലാത്ത ഒരു പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. ഇവരിൽ നിന്ന് രാജി പ്രതീക്ഷിക്കുന്നില്ല, രാജി വേണ്ട, ഇവരിങ്ങനെ തുടരട്ടെ. കേരളത്തിലെ ആളുകൾ ഈ പ്രതിഷേധമൊക്കെ നടത്തുമ്പോൾ ഇതിലെല്ലാം മുകളിൽ ഞാൻ രാജാവാണെന്ന് തോന്നി അദ്ദേഹം ഇങ്ങനെ വിരാജിക്കട്ടെ. ഇപ്പൊ കടപ്പുറത്ത് അദ്ദേഹം ഉദ്ഘാടനത്തിന് പോകുമ്പോൾ കടകൾ അടച്ചിടുന്നു. അതായത് ബ്രണ്ണൻ കോളേജിന്റെ വരാന്തയിൽ ഊരിപ്പിടിച്ച വാളിന് മുമ്പിലൂടെ നടന്നു നീങ്ങിയ ആ പ്രത്യേക ആവശ്യം കാണിക്കുന്ന പഴയ വിജയന് പുതിയ വിജയനായപ്പോൾ ആളുകൾ കട തുറക്കുന്നത് പോലും പേടിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പേടിക്കുന്നത്? അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ മടിയിൽ കനമുണ്ട്, അദ്ദേഹം ഒരുപാട് ഉപ്പ് തിന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. അപ്പൊ ഈ വെള്ളം കുടിക്കുമ്പോൾ നാട്ടുകാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കച്ചവടക്കാരെ പൂട്ടിക്കും, നാട്ടുകാരെ ആട്ടി ഓടിക്കും, പോലീസിനെ അണിനിർത്തി ആ കവചം നിർത്തി അതിലൂടെ മാത്രം സഞ്ചരിക്കും. അരുൺകുമാറിനോട് ഒരു ചോദ്യം, ഈ വാളയാർ ചെക്ക് പോസ്റ്റിനപ്പുറത്ത് CPM-ന്റെ നിലപാടെന്താ? വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് ഈ തമിഴ്നാട് തൊട്ട് അങ്ങോട്ട് മുഴുവൻ നമ്മൾ ഒന്നിച്ചല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഫൈറ്റ് ചെയ്ത്? തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് ഒരു MP കിട്ടിയപ്പോ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ നിങ്ങൾക്ക് വോട്ട് ചെയ്തല്ലോ. മാധു ഇടപെടാതെ അല്ല, അതെനിക്കറിയാം, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ അത് പറഞ്ഞിട്ട് മാധു ഇടപെടാതിരുന്ന് ഞാൻ പെട്ടെന്ന് അത് അവസാനിപ്പിക്കാം. ഈ രാജസ്ഥാനിൽ MP കിട്ടിയത് എങ്ങനെയാ? അപ്പൊ ഞങ്ങൾ ഒന്നിച്ചല്ലേ? അപ്പൊ നിങ്ങൾ വാളയാർ ചെക്ക് പോസ്റ്റിനപ്പുറത്ത് നയം അവിടെ നിൽക്കട്ടെ, കേരളത്തിലെ നയം പറയാം. കേരളത്തിൽ ഞങ്ങൾ CPM-ന് നഖശികാന്തം എതിർക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ, താങ്കൾ പറഞ്ഞത് ഈന്തപ്പഴത്തിന്റെ കുരു, സ്വർണ്ണക്കടത്ത്, ബിരിയാണി ചമ്പ്, താങ്കൾ കുറെ കഥ പറഞ്ഞല്ലോ, ലൈഫ് മിഷൻ, അങ്ങനെ കുറെ കഥ. ആ സ്വപ്ന സുരേഷ് ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിൽ കുറെ നേതാക്കന്മാരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഭാര്യ, മകൾ, അങ്ങനെ വീട്ടിലെ സകല ആളുകളെ, അത് കൂടാതെ നമ്മുടെ P. ശ്രീരാമകൃഷ്ണൻ പഴയ സ്പീക്കർ, മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെ പച്ചയ്ക്ക് വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. ഒരു മറുപടി പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരു പരാതി കൊടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇനി ശിവശങ്കർ എന്തിനാ 112 ദിവസം ജയിലിൽ കിടന്നത്? ലൈഫ് മിഷൻ കോളയുടെ പേരില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ വിജിലൻസ്, പിണറായി വിജയന്റെ ഏറാമൂളികളായിട്ടുള്ള വിജിലൻസ് ക്ലീൻ ചീറ്റ് കൊടുത്ത KM എബ്രഹാം, അതായത് വിരമിച്ചിട്ട് 9 വർഷമാകാൻ പോവാ. ഈ 9 വർഷത്തിന് ശേഷം 9 വർഷമായിട്ട് വൻ തുക ശമ്പളം കൊടുത്ത് മുഖ്യമന്ത്രിയുടെ ആജ്ഞാനുവർത്തിയായിട്ട് നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ വെച്ച് വാഴിക്കുന്നില്ലേ? ഈ KM എബ്രഹാമിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇപ്പൊ CBI അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കല്ലേ? അപ്പൊ അതൊക്കെ തെളിവ് വരുമ്പോൾ അതിന്റെ അനുസരിച്ച് മുന്നോട്ട് പോകും. ഇനി താങ്കൾ പറഞ്ഞത് വിജിലൻസ് അന്വേഷിക്കാൻ വേണ്ടി വിജിലൻസിന്റെ മുമ്പിൽ പരാതി കൊടുത്തു തള്ളിപ്പോയില്ല എന്ന്. ഇന്ത്യയിൽ വിവിധ ഹൈക്കോടതികളുണ്ട്. ഈ കേരളത്തിലെ ഹൈക്കോടതി തള്ളിയത് എന്താ? ഈ വിജിലൻസ് അന്വേഷിക്കണമെന്ന് കൊടുത്ത പരാതിയിൽ അതിന് തത്തുല്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിന് തുല്യമായിട്ടുള്ള ഒരു രേഖ കൊടുക്കാൻ പറ്റിയില്ല എന്നാ. അതിന്റെ അർത്ഥം നാട്ടിലെ ആളുകൾക്ക് ഒരു സ്ഥലത്ത് ഒരു അസ്വാഭാവിക മരണം നടന്നു, ആത്മഹത്യയാണെന്ന് പോലീസ് എഴുതി ചേർത്താൽ അത് ആത്മഹത്യയാണെന്ന് നാട്ടിലെല്ലാവർക്കും വിശ്വസിക്കണമെന്നില്ല. എനിക്കൊരു സംശയമുണ്ടെങ്കിൽ എന്റെ സംശയം, എന്റെ അനുമാനം, എന്റെ കണ്ടെത്തലുകൾ, എന്റെ അത്തരം നിരീക്ഷണങ്ങൾ എല്ലാം വെച്ചിട്ട് ഞാൻ പരാതി കൊടുക്കും. പരാതിയിൽ അന്വേഷിക്കുമ്പോഴായിരിക്കും പിന്നീട് അത് കൊലപാതകമായിട്ട് തെളിയിക്കപ്പെടുന്നത്. അങ്ങനെയല്ലേ മുൻപ് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്? സ്വാഭാവികമായിട്ടും കേരള ഹൈക്കോടതി പറഞ്ഞത് എന്താ? രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള കീഴ്ക്കോടതിയുടെ ഉത്തരവിൽ പരാമർശിച്ച വാചകം റദ്ദാക്കി. മാത്രമല്ല, കൂടുതൽ രേഖകൾ സമർപ്പിക്കാൻ പറ്റിയാൽ ഈ പറഞ്ഞ പരാതിക്കാരന് മേൽക്കോടതിയിൽ പോകാം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ തന്നെ വരാമെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം മുഖ്യമന്ത്രിയുമായി കണക്ട് ചെയ്യുന്ന രേഖ കണ്ടെത്താൻ പറ്റില്ല എന്ന് മാത്രമാണ്. അതിന്റെ അർത്ഥം ഡൽഹി ഹൈക്കോടതിയും ബാംഗ്ലൂർ ഹൈക്കോടതിയും പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള SFIയുടെ കള്ളപ്പണം വെളുപ്പിക്കലും അനധികൃതമായിട്ട് കള്ളപ്പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസ് ഇല്ലാതാക്കപ്പെടുന്നില്ല. അരുൺകുമാർ ഒരു വക്കീലല്ലേ? ഇനി താങ്കൾ ഒരു കള്ളം പറഞ്ഞു,
രാഹുൽ ഗാന്ധിയുടെ 691 കോടി രൂപ പിടിച്ചെടുത്തു ആരോ ഇഡിയോ ആരോ അത് അരുൺകുമാർ ഒന്ന് സാക്ഷ്യപ്പെടുത്തി അതിന്റെ തെളിവ് ഹാജരാക്കിയിട്ട് വേണം പോയി. നമുക്കാർക്കും അറിയില്ല. ഇന്ത്യയിൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയുടെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇന്നേ വരെ പറഞ്ഞു കേൾക്കാത്ത ഒരു ആരോപണമാണ് CPM-ന് വേണ്ടി അരുൺകുമാർ പറയുന്നത്. ഇനി വ്യാജരേഖ ഉണ്ടാക്കി കോൺഗ്രസ്സുകാർക്ക് ആർക്കും പിണറായി വിജയനെ ജയിലിടണ്ട. പിണറായി വിജയനെ ജയിലിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ വ്യാജരേഖ ഉണ്ടാക്കാണെങ്കിൽ ആ KB ഗണേഷ് കുമാറിനെ ഏൽപ്പിക്കണം. കാരണം ഇതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ വ്യാജരേഖ ഉണ്ടാക്കി സരിതയുടെ മറ്റേ കത്തിനകത്ത് പേരെഴുതി ചേർത്ത് കൂടുതൽ പേജ് എഴുതി ചേർക്കാൻ വേണ്ടി സഹായിച്ച നിങ്ങൾ അല്ലെങ്കിൽ ആ വിജയനെ ഏൽപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ ദേശാഭിമാനി പത്രത്തെ ഏൽപ്പിച്ചാൽ മതി. ഈ രാജ്യത്തെ മുഴുവൻ വ്യാജരേഖയുടെയും ഒന്നിച്ച് സൃഷ്ടി നടത്താൻ അവരെ കൊണ്ട് സാധിക്കും. ഇനി താങ്കൾ പറഞ്ഞ തെളിവുണ്ടായാലേ രാജിവെക്കുള്ളൂ. KM മാണിക്കെതിരെ തെളിവുകൾ മുഴുവൻ ഹാജരാക്കിയിട്ടാണോ നിങ്ങൾ രാജി ആവശ്യപ്പെട്ടത്? ബാബുവിനെതിരെ തെളിവ് മുഴുവൻ ഹാജരാക്കിയിട്ടാണോ നിങ്ങൾ രാജി ആവശ്യപ്പെട്ടത്? കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ, കേരളത്തിലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഭാര്യ, കേരളത്തിലെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ, നയതീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുന്ന മന്ത്രിയുടെ മകൾ, അവരൊക്കെ ഒരു കേസിൽ പ്രതിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് മന്ത്രിയുമായി കണക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ? അപ്പൊ അരുൺകുമാറും മുഖ്യമന്ത്രി പറഞ്ഞ പോലെയാ, കൈകൾ ശുദ്ധമാണ്, ആ PV ഞാനല്ല, ആ പ്രോമിനന്റ് പേഴ്സൺ ഞാനല്ല, വീണ വിജയനുമായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ പറയുന്ന ഭാഷ അത്ര കറക്റ്റ് അല്ല. പിന്നെ സെലക്റ്റീവായിട്ട് നിങ്ങൾ പ്രോസിക്യൂഷൻ നടത്തുന്നത് കറക്റ്റാ. K. സുരേന്ദ്രന്റെ മഞ്ചേശ്വരം കേസിൽ, CK ജാനുവിന്റെ മറ്റേ വയനാട് കേസിൽ, കൊടകര കുഴൽപ്പണ കേസിലൊക്കെ സെലക്റ്റീവായിട്ട് നിങ്ങൾ പ്രോസിക്യൂഷൻ നടത്തിയത് കേരളം കണ്ടിട്ടുണ്ട്. എന്നത് അങ്ങ് ഒറ്റവാചകം മാധു. അരുൺകുമാർ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് എന്റെ ബാധ്യത. പക്ഷെ ഒറ്റവാചകം അരുൺകുമാർ ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. വീണ തൈക്കണ്ടിയിൽ CMRL കമ്പനിക്ക് കൊടുത്ത സേവനം എന്താണ്? CPM എന്ന് പറഞ്ഞ പാർട്ടി, അതിന്റെ മുഖ്യമന്ത്രി, ആ പാർട്ടിയുടെ അടിത്തറ മൊത്തം ഇളകിപ്പോകുമ്പോൾ, ഇതുപോലെ വിവസ്ത്രമായിട്ട് നാണം കെട്ടി നിൽക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മകൾ ആ കമ്പനിക്ക് കൊടുത്ത സേവനം എന്താണെന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയിൽ കള്ളം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് PT തോമസ്, അന്തരിച്ചു പോയ കോൺഗ്രസിന്റെ MLA ആയിരുന്ന PT തോമസ് മുഖ്യമന്ത്രിയുടെ മകളുടെ മെന്റർ ജയ്ക്ക് ബാലകുമാറാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ കള്ളം പറഞ്ഞു. അത് പിന്നീട് തെളിയിക്കപ്പെട്ട കാര്യമാണ്, രേഖകളുള്ള കാര്യമാണ്. രണ്ടാമത് എന്റെ മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് എന്ന് പറഞ്ഞ് കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞു. അത് കള്ളമാണ്. അതുകൂടാതെ 1 കോടി രൂപ കർത്തയുടെ തന്നെ കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്ന് നമ്മുടെ മുമ്പിൽ തെളിവാക്കപ്പെട്ടു. മൂന്നാമത്തത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് തെളിയിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ഇവിടെ രാഷ്ട്രീയ പ്രേരിതമായിരുന്നെങ്കിൽ എന്നേ മുഖ്യമന്ത്രി അകത്ത് പോകേണ്ടതാണ്. ഇവിടെ നമ്മുടെ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയെ 10 വർഷം മുമ്പുള്ള ഒരു കേസിലുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സിറ്റിംഗ് മുഖ്യമന്ത്രിയെ പിടിച്ചകത്തിട്ടത് എന്തിന്റെ പേരിലാണ്? അപ്പൊ അത്തരത്തിലുള്ള ഒരു അന്വേഷണം പോലും, ഒരു ചോദ്യം ചെയ്യൽ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിട്ടില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല. ഇനി അരുൺകുമാർ പറഞ്ഞത്, അരുൺകുമാറിന്റെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ അടക്കം പറയുന്നത് വീണയെ കേട്ടിട്ടില്ലെന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 2024 ഫെബ്രുവരി 8 വീണ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് ഹർജി പ്രകാരം, അതായത് ഈ പറഞ്ഞ SFI അന്വേഷണം തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത അഫിഡവിറ്റ് പ്രകാരം 2021 ജനുവരി 29 മുതൽ 2024 ഫെബ്രുവരി 8 വരെ 15 പ്രാവശ്യത്തോളം വീണയുമായി കേന്ദ്ര IT ഡിപ്പാർട്ട്മെന്റും മറ്റ് കമ്പനികാര്യ മന്ത്രാലയവും ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഉത്തരങ്ങൾ തേടിയിട്ടുണ്ട്, കൃത്യമായി മറുപടി കൊടുത്തിട്ടില്ല. മാത്രമല്ല 2022 ജൂലൈ മാസം 6 വീണ പ്രതിനിധി അയച്ചു. അതിനുശേഷം അതിൽ തൃപ്തികരമല്ല എന്ന് പറഞ്ഞപ്പോൾ 2022 സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വരുന്ന സമയത്താണ്. സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വരുമ്പോൾ എക്സാലോജിക്കിനെ അല്ലെങ്കിൽ വീണ തായ്ക്കന്റെ കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർ അരുൺകുമാറും ആ സമയത്ത് CPM മുഴുവനും പ്രതിരോധിക്കുന്ന ഒരു കാര്യം. പക്ഷേ SFI അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അവരെ വിളിച്ചു വരുത്തി തന്നെ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെയും അറിവ്. അല്ലല്ല, ഞാൻ ഈ പറയുന്ന ROC-യുടെ ചോദ്യത്തിന് വിധേയമാക്കപ്പെട്ട കാര്യമാണ്. ROC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അരുൺകുമാർ കറക്റ്റ് ഒന്നും പറഞ്ഞാൽ തള്ളി പറയില്ല. ഇനി രണ്ടാമത്തത്, ഇനി നിങ്ങൾ 1 കോടി രൂപ മറ്റേ എംപവർ ക്യാപിറ്റലിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ടല്ലോ, ആ കടം തിരിച്ചു കൊടുത്തു. ഏതായാലും 1 ലക്ഷം രൂപ മാസപ്പടിയായിട്ട് കിട്ടിയല്ലോ. ആ കിട്ടിയതിൽ അല്ല താങ്കൾ പറയണ്ട, ഞാൻ പറഞ്ഞു തീർത്തിട്ട് താങ്കൾ പറഞ്ഞാൽ മതി. ആ 1 കോടി രൂപ കടം മേടിച്ച് തിരിച്ചു കൊടുത്തു. കടം മേടിച്ച് തിരിച്ചു കൊടുക്കാതെ എന്തിനാ ഇത്ര തിരക്കപ്പെട്ട് കമ്പനി പൂട്ടിപ്പോയത്? ഇത്ര മുന്തിയ സേവനം കൊടുക്കുന്ന കമ്പനി, 10-ലധികം വലിയ കമ്പനികൾക്ക് ഇത് പുറത്തു പറയാൻ പറ്റാത്ത അത്ര രഹസ്യമായിട്ടുള്ള വൻകിട സേവനം കൊടുത്ത് കോടിക്കണക്കിന് രൂപ പ്രതിഫലം പറ്റുന്ന ഒരു കമ്പനി തുടങ്ങിയിട്ട് ആ പ്രതിഫലം കിട്ടിയിരുന്ന കടം മേടിച്ച പണമെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള ഒരു മര്യാദ കാണിക്കട്ടെ. ഇനി അതിനവിടെ നിൽക്കട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ഡയറി, ആ ഡയറിയിൽ കുറെ കോൺഗ്രസ് നേതാക്കന്മാർ, UDF നേതാക്കന്മാരുടെ പേരുണ്ടെന്ന്. അരുൺകുമാറിന് അത് പറയാനുള്ള അവകാശമില്ല. കാരണം അങ്ങനെ ഒരു ഡയറി വാലിഡ് ഡോക്യുമെന്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞത്. ആ ഡയറിയിൽ പറഞ്ഞ PV നിങ്ങളുടെ PV അല്ലെന്ന് നിങ്ങൾ പറയുന്നു, അത് പിണറായി വിജയൻ അല്ലെന്ന് പറയുന്നു. അപ്പൊ പിന്നെ നിങ്ങൾ ബാക്കിയുള്ള ആളുകളൊക്കെ ആണെന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെയാ? കോൺഗ്രസ് നേതാക്കന്മാർ പിരിവ് പാർട്ടിയുടെ പേരിൽ പാർട്ടിക്ക് സംഭാവന മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ പിണറായി വിജയൻ അത് ഏറ്റു പറയാൻ പോലും പറ്റാത്ത പേടിക്കുന്ന എന്താണെന്നറിയോ? മകളുടെ മാസപ്പടി എന്തിന്റെ പേരിലാണെന്ന് പറയാൻ പറ്റില്ല. ഇനി താങ്കൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. സരിത S. നായരുടെ കോൾ ലിസ്റ്റ് പുറത്തുവിടാം, ഡാറ്റ കംപ്ലീറ്റ് അരുൺകുമാറിന്റെ കയ്യിലുണ്ടത്. നിങ്ങളുടെ കയ്യിലുണ്ടാവും. നിങ്ങൾ ഗണേഷ് കുമാറിനെ കൊണ്ട് എഴുതി ഉണ്ടാക്കിയ ഡാറ്റയാണല്ലോ, ഒരുപാട് ഉണ്ടാവും. മോൻസൺ മാവുങ്കലിന്റെ കേസിനകത്ത് വ്യാജരേഖ ചമച്ച് വ്യാജ മൊഴി ഉണ്ടാക്കി കേസ് സുധാകരനെതിരെ കേസെടുത്ത പാർട്ടിയല്ലേ നിങ്ങൾ? അപ്പൊ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ആ ഡാറ്റ ഒന്നും തരണ്ട, ഒരു ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ CMRL കമ്പനിക്ക് എന്ത് സേവനമാണ് കൊടുത്തത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ വീണ മാധ്യമങ്ങളുടെ മുമ്പിൽ വരില്ല എന്ന് പറഞ്ഞു. വീണയ്ക്ക് വേണ്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ചർവണം പോലെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ സെക്രട്ടറി മുതൽ താഴെ തട്ടിലുള്ള സെക്രട്ടറി വരെ വന്ന് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ വീണയ്ക്ക് പറയാനെന്താ മടി? ഈ രാജ്യത്തെ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിട്ട് ഈ പാർട്ടിയുടെ അടിവേരടക്കം
ഒഴിവാക്കപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് വീണയ്ക്ക് നിങ്ങളുടെ വീണ തായ്ക്കണ്ടി ഒരു പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യുന്നില്ല, പിന്നെ എന്തിനാണ് അവർക്ക് ഇത് വിശദീകരിക്കേണ്ട സാഹചര്യം വരുന്നത് എന്നുള്ളതാണ്. അവർക്കെതിരെ നിയമപരമായ നടപടി ഉണ്ടെങ്കിൽ അവർ നിയമപരമായി അതിനെ നേരിടുന്നുണ്ട്. പാർട്ടിയോട് മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം ഒരു സ്വതന്ത്ര വ്യക്തി എന്ന നിലയിൽ വീണ തായ്ക്കണ്ടിക്കില്ല എന്നുള്ളത് സ്വീകാര്യമായ വാദമല്ലേ? മാധു അങ്ങനെ വാദിക്കണമെങ്കിൽ അപ്പൊ സീസറിന്റെ ഭാര്യ ആരോപണത്തിന് അതീതരായിരിക്കണം എന്ന് പറയുന്ന വാദം ഇവിടെ ആപ്ലിക്കബിൾ അല്ലേ? അത് കെ എം മാണിക്ക് മാത്രമേ ഉള്ളൂ. അത് കോടതിയുടെ പരാമർശമായിരുന്നു, അത് രാഷ്ട്രീയമായി CPM ഉപയോഗിക്കുകയും മാത്രമേ ഉള്ളൂ. അല്ല CPM-ന് തരം കിട്ടുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാം. പിണറായി വിജയൻ പ്രതിയാകുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തത്? ഞാൻ അരുൺകുമാർ ഇടപെടുന്നതിന് മുമ്പ് ഒരു കാര്യം നോക്കട്ടെ. ആ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ എങ്കിലും ധരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഈ വീണ തൈക്കണ്ടിന്റെ കേസ് അങ്ങനെയല്ല എന്ന്? അപ്പോ നിങ്ങളെ കൊണ്ട് ഇത് പ്രാക്ടിക്കൽ പറഞ്ഞ് തെളിയിക്കാൻ പറ്റില്ല. കാരണം ഇത്രത്തോളം ഗോപ്യമായിട്ടുള്ള ഇത് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമല്ലല്ലോ. ഈ കമ്പനിക്ക് എന്ത് സേവനമാണ് കൊടുത്തത് കമ്പനി മുതലാളിക്കും അറിയില്ല, കൊടുത്ത വീണയ്ക്കും അറിയില്ല, വീണയുടെ കമ്പനിക്കും അറിയില്ല, നാട്ടിൽ ആർക്കും അറിയില്ല. രേഖയുണ്ടെന്ന് നാളെ അരുൺകുമാർ ഞാൻ തമ്മിൽ ഒരു കരാർ വെക്കുകയാണ്, നമ്മൾ ട്രാൻസാക്ഷൻ നടന്നു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട്, എന്നിട്ട് പറയാം നാട്ടിലെ ഒരു നിയമങ്ങളും അന്വേഷിക്കരുത്, ഒരു ഏജൻസികൾ അന്വേഷിക്കരുത്, ഞങ്ങൾ അങ്ങനെ പല പരിപാടി നടത്തുമെന്ന് പറയാം. ഇത് ഈ രാജ്യം ഇന്ത്യ മഹാരാജ്യമാണ്.